അല്ല, മത്സരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ആളുകൾ പൈസയായിട്ട് വരുന്നു. 5000, 500, 2000 ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അനുറാക്ക് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കേണ്ടെന്ന്. അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി. വട്ടച്ചെലവില്ല കാശ് ഞങ്ങൾ ഉണ്ടായിത്തരുന്ന ആരാ പറഞ്ഞത്? ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ. തൊഴിലാളികളട്ടെ, മുതലാളിമാരാരുമില്ല. അപ്പോൾ അല്ല, അത് ഞാൻ നോക്കട്ടെ അത്രത്തോളം ഉണ്ട്, എന്നിട്ട് തീരുമാനിക്കും. ഞാൻ UDF ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ UDFനോട് ചർച്ചയ്ക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഈ വിളിക്കുന്ന ആളുകളോട് എനിക്ക് നോ പറയാൻ പ്രയാസമുണ്ട്. UDFൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു ചതിക്കുഴിയിലേക്ക് ഒരാളെന്നെ കൊണ്ടുപോകുമെന്ന് വ്യക്തമാകുമ്പം പിന്നെ ഞാൻ എന്താ ചെയ്യുക? അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഞാൻ ആരോടും ചർച്ചയില്ല, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. UDF വാതിൽ സ്ഥിരമായിട്ട് അടച്ചതല്ല പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ഈ പറയുന്ന വസ്തുതകൾ നമുക്ക് എന്താ പറയുക, 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അറിയല്ലോ. അത് വരുന്നവരെ ഞാൻ ആരോടും ചർച്ചയ്ക്കില്ല. ഞാൻ പറഞ്ഞതാണോ വസ്തുത, അതല്ല മറ്റുള്ളവരെടുത്ത തീരുമാനമാണോ ശരി എന്നുള്ളത് അന്ന് അറിയല്ലോ. അവരും ആ തരത്തിൽ ചർച്ചയ്ക്കില്ലെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരാൾ ചർച്ചയ്ക്കില്ലാണ്ട് മറ്റൊരാൾ ചർച്ചയ്ക്കില്ലെന്ന് പറയണം. അല്ല, അതൊക്കെ പിന്നീടല്ലേ. ഇപ്പം നമ്മളെ ഭൂമിയിൽ ചവിട്ടി പാതാളത്തൊക്കെ ആക്കിയില്ലേ, അല്ലേ? സമാധാനമായല്ലോ ചിലർക്കൊക്കെ. ഓലെ ആസ്വദിക്കാതെ ഓല് അവിടെ റൂമിലിരുന്ന് ആസ്വദിക്കല്ലേ, ചിരിക്കട്ടെ എന്ന്. എങ്ങനെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ജനങ്ങൾ അവരുടെ മനസ്സാക്ഷി വോട്ട് ചെയ്യട്ടെന്ന് പറഞ്ഞു. വ്യക്തിപരമായി അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? എങ്ങനെ പിന്തുണയ്ക്കണമോ വേണ്ടതെന്നല്ലോ? ആരെ? ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ? ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ലേ, മലയാളമല്ലേ പറഞ്ഞത്. എന്താ അല്ല, മത്സരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ആളുകൾ പൈസയായിട്ട് വരുന്നു. 5000, 500, 2000 ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അനുറാക്ക് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കേണ്ടെന്ന്. അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി. വട്ടച്ചെലവില്ല കാശ് ഞങ്ങൾ ഉണ്ടായിത്തരുന്ന ആരാ പറഞ്ഞത്? ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ. തൊഴിലാളികളട്ടെ, മുതലാളിമാരാരുമില്ല. അപ്പോൾ അല്ല, അത് ഞാൻ നോക്കട്ടെ അത്രത്തോളം ഉണ്ട്, എന്നിട്ട് തീരുമാനിക്കും. ദേശീയ നേതൃത്വം ഇടപെടില്ലേ? അല്ല, നമ്മൾ ദേശീയ നേതൃത്വത്തിന് ഇടപെട്ട് കുറേ പൈസ വാങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും ആക്കിയിട്ട് കാര്യമില്ല. മത്സരിക്കുന്ന കാര്യത്തിൽ ഇനിയും ഒരു പുനരാലോചനയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അല്ല, അതൊന്നുമില്ല. ഞാൻ ഈ ആളുകൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ നിലമ്പൂരിലെ നമ്മുടെ ഓഫീസിൽ പലരും പൈസയായിട്ട് എത്തിയാണ്. അതൊക്കെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോലെ 5000 റുപ്യ വഴിക്കടവൊന്ന് പിരിച്ചിട്ട് ഇനിയും ഞങ്ങൾ 10,000-25,000 ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ടാപ്പിംഗ് തൊഴിലാളികൾ ഒരു വലിയ സംഘം. ആകെ കൃഷി ബാക്കിയുള്ളത് ഈ റബ്ബറാണല്ലോ, നിങ്ങൾക്കറിയാലോ. അത് ഈ 100 മരം 200 മരവും. സാധാരണ ആൾക്കാരുടെ വിചാരം ഈ എന്താ പറയുക, റബ്ബർ എന്ന് പറഞ്ഞാൽ വലിയ മുതലാളിമാർ തന്നെ എസ്റ്റേറ്റ് എന്നൊക്കെ പറയും. ഇവിടെ എസ്റ്റേറ്റ് ഒന്നുമില്ല. ഇവിടെ 1 ഏക്കറിലും 1/2 ഏക്കറിലും ആ തൊഴിലാളി തന്നെ അതിൻ്റെ വളമിട്ട് കൊടുത്ത് അതിന് വെള്ളം കൊടുത്ത് ടാപ്പ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ടാപ്പ് ചെയ്ത് പോകാൻ വയ്യ. ടാപ്പ് ചെയ്യാൻ പോകുമ്പം ഈ രാവിലെ അവർ അതിരാവിലെ പോയിട്ട് ടാപ്പ് ചെയ്തിട്ട് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളത്. അതുകൊണ്ടാണ് ഇവർ ഈ അതിരാവിലെ 5 മണിക്കോ 6 മണിക്കൊക്കെ ടാപ്പിങ്ങിന് പോകുന്നതിൻ്റെ കാരണം. നേരം വെളുത്താൽ അവർ വേറെ കൂലിപ്പണിക്ക് പോവുക. അപ്പോൾ ഉണ്ടാക്കിയിട്ട ജീവിതത്തിൽ ആകെ ബാക്കിയുള്ള ഈ 1/2 ഏക്കറി 1 ഏക്കറി റബ്ബറിൽ പോയിട്ട് ടാപ്പ് ചെയ്യാൻ പോലും അവർക്ക് മാർഗ്ഗമില്ല. അവിടെ പുലിയെ ആനയും ചവിട്ടി കടിച്ചും കൊല്ലുകയാണ്. ഒരു ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ലല്ലോ. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളാരും ഇതിൻ്റെ കാര്യത്തിൽ മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവർ ടാപ്പിംഗ് തൊഴിലാളികൾ വിളിക്കാണ്, അനുറാക്ക ഞങ്ങൾ എന്തെങ്കിലും ചെയ്തുതരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അപ്പുറത്ത് ഞങ്ങൾ നോക്കാമെന്ന് പറയുമ്പോൾ ഒന്നും പറ്റില്ല, അറിയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ നോക്കട്ടെ, 1-2 ദിവസം ഉണ്ടല്ലോ.